ശ്വാസതടസ്സമുണ്ടോ? രാത്രി ഉറക്കം തകരാറിലാവുന്നുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോഴും തലവേദന, തളർച്ച അനുഭവപ്പെടുന്നുണ്ടോ? നമ്മളിൽ പല ആളുകൾക്കും ഇന്ന് ഉറക്കമില്ലായ്മ, തലവേദന, ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നു, പനി പോലെയുള്ള ക്ഷീണം. എന്താണ് ഇതിന് പ്രധാന കാരണം? നമ്മളുടെ ശ്വസനം ശരിയായ രീതിയിൽ നടക്കുന്നില്ല. രാത്രി ഉറങ്ങുമ്പോഴും നമ്മൾ മൂക്കിലൂടെ അല്ലാതെ വായയിലൂടെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാന കാരണം. സയന്റിഫിക് റിസർച്ചുകൾ പറയുന്നു നേസൽ ബ്രീത്തിങ് നൈട്രിക് ഓക്സൈഡിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യുകയും ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. മൗത്ത് ബ്രീത്തിങ് നമ്മുടെ തൊണ്ട ഡ്രൈ ആവുകയും ഓക്സിജൻ അബ്സോർബേഷൻ കുറയുകയും ഉറക്കത്തിൽ കൂർക്കം വലിക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഒരു ദിവസം ശരാശരി ഒരു വ്യക്തി 21,600 തവണ ശ്വസിക്കുന്നു. ശരിയായ രീതിയിലുള്ള ശ്വസനം നിങ്ങളുടെ ജീവിതം മാറ്റിയേക്കാം. മൂക്കിലൂടെ ശ്വാസം എടുക്കുമ്പോൾ മെച്ചപ്പെട്ട ഓക്സിജൻ ഡെലിവറി, രക്തസമ്മർദ്ദം കുറയുന്നു, ഉറക്കം മെച്ചപ്പെടുന്നു, മനസ്സിൽ സമാധാനം വർദ്ധിക്കുന്നു. നമുക്കെങ്ങനെ പ്രോപ്പറായിട്ട് ബ്രീത്തിങ് ചെയ്യാം? ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുകയും പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയും ചെയ്യുക. ആദ്യം നമുക്ക് നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ശ്വാസം എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമ്മൾ എടുക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ശ്വസിക്കുമ്പോൾ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു. നമുക്കൊന്ന് നോക്കാം. നടു നിവർന്നിരുന്നിട്ട് ജസ്റ്റ് നോക്കുക നമ്മൾ എങ്ങനെയാണ് ശ്വസിക്കുന്നത് എന്നുള്ളത്. മൂക്കിലൂടെ നമ്മൾ ശ്വാസം എടുക്കുന്നു. ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്യുക. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. നമുക്കൊന്ന് നോക്കാം. വയറിന്റെ ഭാഗം നോക്കുക, ചെസ്റ്റിന്റെ ഭാഗം നോക്കുക, ഷോൾഡറിന്റെ ഭാഗം നോക്കുക. 3 ഭാഗമാണ് ഏറ്റവും പ്രധാനമായിട്ടും നോക്കാനുള്ളത്. നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ വയറ് വികസിക്കുന്നു. ചെസ്റ്റിന്റെ ഭാഗം ജസ്റ്റ് മുകളിലേക്ക് പൊങ്ങുകയും പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഷോൾഡറിന്റെ ഭാഗം ജസ്റ്റ് മുകളിലേക്ക് എടുക്കുന്നു ശ്വാസം എടുക്കുമ്പോൾ. ശ്വാസം വിടുമ്പോൾ നമ്മൾ അതേപോലെ തിരിച്ചു പോകുന്നു. നമ്മുടെ ഷോൾഡർ ഭാഗം താഴത്തേക്ക് വരികയും ചെസ്റ്റിന്റെ ഭാഗം പതുക്കെ ഉള്ളിലേക്കും താഴത്തേക്കും പോവുകയും ചെയ്യുന്നു. വയറ് ഉള്ളിലേക്ക് ചുരുങ്ങുന്നു. അപ്പോൾ നമുക്കൊന്ന് ഡീപ് ബ്രീത്തിങ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. കണ്ണുകൾ അടച്ച് ഒരു ദീർഘശ്വാസം എടുക്കുക. നടു നിവർന്നിരിക്കണം. മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവണം. ടേക്ക് എ ഡീപ് ബ്രീത്ത്. ഇൻഹേൽ, ഹോൾഡ്. വയറ് വികസിച്ചത് നോക്കുക. ചെസ്റ്റിന്റെ ഭാഗം നോക്കുക. ഷോൾഡറിന്റെ ഭാഗം നോക്കുക. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ വയറിന്റെ ഭാഗം ഉള്ളിലേക്ക് ചുരുങ്ങുന്നു. ചെസ്റ്റിന്റെ ഭാഗം ഉള്ളിലേക്ക് ചുരുങ്ങുകയും ഷോൾഡറിന്റെ ഭാഗം താഴത്തേക്ക് വരികയും ചെയ്യുന്നു. പുഞ്ചിരിയോടുകൂടെ കണ്ണുകൾ തുറക്കുക. ഇതാണ് പ്രോപ്പർ ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ നമ്മൾ മൂക്കിലൂടെ ശ്വാസം എടുത്ത് നമ്മുടെ ലങ്സ് നിറയുന്നു. നമ്മുടെ ഡയഫ്രം വഴി നമ്മൾ അബ്ഡോണൽ ഭാഗത്തേക്ക് പോകുന്നു. ഇത് നമ്മുടെ ഓരോ സെല്ലുകളിലും കൃത്യമായിട്ട് ഓക്സിജൻ എത്തുകയും അതേപോലെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്തത്, ഇന്ന് നമ്മുടെ മൂക്കിലൂടെ ശ്വാസം ശരിയാക്കാനുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ബ്രീത്തിങ് പ്രാക്ടീസാണ് അനുലോം വിലോം, ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീത്തിങ്. ഇതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ കൈകൾ നാസിക മുദ്ര എന്ന് പറയും. നമ്മുടെ ഈ 2 വിരലുകൾ മടക്കി വെക്കുക. നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും മടക്കി വെക്കുക. ചെറുവിരൽ മോതിര വിരലും ഓപ്പൺ ചെയ്യുക. തമ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ചെറുവിരലും നമ്മുടെ മോതിര വിരലും റൈറ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്യുക. പതുക്കെ ക്ലോസ് ചെയ്യുക. അധികം ഞെക്കണ്ട. പതുക്കെ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് നോസ്ട്രിലൂടെ ശ്വാസം എടുക്കുക.
വയറ് വികസിക്കുന്ന നോക്കണം. അത് കഴിഞ്ഞ് റൈറ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്യുക, ലെഫ്റ്റ് നോസ്ട്രിൽ പുറത്തേക്ക് വിടുക. അതിനുശേഷം തിരിച്ച് ലെഫ്റ്റ് നോസ്ട്രിലെ ശ്വാസം എടുക്കുക. വയറ് നോക്കുക. ഇനി ലെഫ്റ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്തിട്ട് റൈറ്റ് നോസ്ട്രിലൂടെ പുറത്തേക്ക് വിടുക. എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് ഈ ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുക. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്വാസം എടുക്കുമ്പോൾ ഒരു 4 സെക്കൻഡ് 4 കൗണ്ട് അവിടെ നമുക്ക് തുടങ്ങാം. നമ്മളൊന്ന് ഉള്ളിൽ കൗണ്ട് ചെയ്യുക, 4 കൗണ്ട്. അത് കഴിഞ്ഞ് 6 കൗണ്ട് എക്സേൽ ചെയ്യാൻ അനുവദിക്കുക. ശ്വാസം കൂടുതൽ പുറത്തേക്ക് പോട്ടെ. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരം റിലാക്സ് ആവും. ഇത് രാവിലെയോ രാത്രിയോ പ്രാക്ടീസ് ചെയ്യുക. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ വയറ് കാലിയായിട്ടിരിക്കണം. ഭക്ഷണം കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം എല്ലാവരും ഓർക്കുക, രാവിലെ എഴുന്നേറ്റ് ഉടനെ ചെയ്യാം, അല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ നോസ്ട്രൽ ബ്ലോക്കേജുകളെ മാറ്റാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ്. അപ്പം ഇന്ന് മുതൽ നമുക്ക് എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാം. റെഡിയാണോ? റെഡിയാണെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ഡേ 1 ഡൺ എന്ന് ഒരു കമൻറ്റ് ഇതിൽ അയയ്ക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കൂടുതൽ ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാം. താങ്ക് യു. ബ്രീത്ത് വെൽ, ലിവ് വെൽ.